ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ +1 13th ചാപ്റ്റർ ആയ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പാഠമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുവാണെങ്കിൽ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിലെല്ലാം ക്വസ്റ്റ്യൻസ് വരും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തന്നെ ഈ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുൻപ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് മീൻ, മീഡിയൻ. ഓക്കെ, ഈ രണ്ട് ആളുകളെ നമ്മൾക്ക് പണ്ട് മുതലേ അറിയാവുന്ന നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം കേട്ടിട്ടുള്ള ആളുകളാണ് മീൻ ആൻഡ് മീഡിയൻ. ഓക്കെ, ഇതിൻ്റെ കൂടെ കുറച്ച് ആളുകൾ കൂടി +1 സ്റ്റാറ്റിലേക്ക് വരുന്നുണ്ട്. ആരൊക്കെയാണ്? റേഞ്ച്, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്. ഈ 4 ആളുകളെ സൂക്ഷിച്ചോളൂ, ഇവന്മാർ എന്തായാലും നമ്മൾക്ക് എക്സാമിന് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് നമ്മൾക്ക് മീനും മീഡിയനും നന്നായി പഠിച്ചു കഴിഞ്ഞാലേ ഈ 4 പേരെ കൂടി ആൻസർ നന്നായി ചെയ്യാൻ സാധിക്കൂ. ഓക്കെ ആണല്ലോ? യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് +1 സ്റ്റാറ്റിയിൽ പഠിക്കാനുള്ളത്. സെറ്റ് അല്ലേ? ഇനി ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നതിന് മുൻപ് 3 സീരീസുകളെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇവരെയും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇൻഡിവിജ്വൽ സീരീസ്, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എക്സ് മാത്രം തന്നിട്ടുള്ള ഒരു സീരീസ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡിസ്ക്രീറ്റ് സീരീസ്, ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്നും പറയും. ഈ ഡിസ്ക്രീറ്റ് സീരീസിൽ എക്സ് മാത്രമല്ല ഫ്രീക്വൻസി എഫ് കൂടി ഉണ്ടാകും. സെറ്റ് ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്, കണ്ടിന്യൂസ് സീരീസ്. ഓക്കെ ആണല്ലോ? കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ്സസ് ആയിട്ടായിരിക്കും തന്നിരിക്കുന്നത്. ഓക്കെ, ഒരു പ്രത്യേക തരം എന്താ ക്ലാസ് ഇൻ്റർവെല്ലിൽ ക്ലാസ്സസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0 to 10, 10 to 20, 20 to 30. ഓർമ്മ വന്നോ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ നമ്മൾ. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ. ഈ 3 സീരീസിലും, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, ഈ 3 സീരീസിലും ഈ ആളുകളെല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഈ സീരീസുകളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾക്ക് നമ്മളുടെ ആദ്യത്തെ 2 ആളുകൾ മീനും മീഡിയനും ഈ 3 സീരീസിലും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. റെഡി ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമുക്ക് ആ ഒരു ഇക്വേഷൻ കൂടി ഒന്ന് പറഞ്ഞു പോയേക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് തന്നു കഴിഞ്ഞാൽ അവിടെ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ബാർ. ഓക്കെ ആണല്ലോ? അപ്പോൾ എക്സ് ബാർ കണ്ടാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുക എന്താണ് എക്സ് ബാർ എന്ന് പറയുന്നതാണ് മീൻ. ഓക്കെ, മീൻ എന്ന് പറയുന്നതാണ് എക്സ് ബാർ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ മിസ് പറഞ്ഞു എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് σx/n. ഓക്കെ ആണല്ലോ? ഈ സിഗ്മ എന്ന് പറയുന്നത് സം, എക്സിൻ്റെ സം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇനി ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് വരുമ്പോൾ അവിടെ എക്സ് മാത്രമല്ല എഫ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. സെയിം ഇക്വേഷൻ തന്നെ, ഇതേ ഇക്വേഷൻ തന്നെയാണ് അവിടെ ഒരാൾ കൂടെ വരും. ആരാണ്? എഫ്. ക്ലിയർ ആണല്ലോ? ഇവനെ പഠിച്ചു കഴിഞ്ഞാൽ ആ സെയിം ഇക്വേഷൻ തന്നെയാണ് കണ്ടിന്യൂസ് സീരീസിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മേളിൽ എന്തുകൂടി വരുന്നുണ്ട്? എഫ് കൂടി വരുന്നുണ്ട്. താഴെ സിഗ്മ എഫ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. സിഗ്മ എഫിന് പകരം ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ ആണ് മീഡിയൻ. മീഡിയനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മീഡിയനിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് ടേംസ് നോക്കണം. ഇൻഡിവിജ്വൽ സീരീസിൽ അതൊരു ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2 ഒബ്സർവേഷൻ ആയിരിക്കും നമ്മളുടെ മീഡിയൻ. അതൊരു ഈവൺ നമ്പർ ആണെങ്കിൽ n/2 + n/2 + 1/2 ഒബ്സർവേഷൻ ആയിരിക്കും നമ്മുടെ മീഡിയൻ വരുന്നത്. ഈ സെയിം തന്നെയാണ് നമ്മളുടെ ഡിസ്ക്രീറ്റ് സീരീസിലും വരുന്ന ഇക്വേഷൻ. പക്ഷേ കണ്ടിന്യൂസ് സീരീസിൽ നോക്കിക്കേ, അവിടെ വലിയൊരു ഇക്വേഷൻ ആണ്. ഇവനെ നോക്കി വെച്ചോളൂ, നമുക്ക് ആവശ്യം വരും. എന്താ? l + n/2, l + n/2 - cf/f × h എന്ന് പറയുന്ന ഇക്വേഷനാണ് മീഡിയൻ എവിടെ കണ്ടുപിടിക്കുന്നത്? കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലാക്കി നോക്കിക്കേ. ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ ആരും പേടിക്കൊന്നും വേണ്ട. ഈ ഇക്വേഷൻസ് എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? യെസ്. അപ്പോൾ ഇവരെല്ലാവരെയും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസിൽ മീനും മീഡിയനും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. യെസ്. അപ്പോൾ മീൻ
ആൻഡ് മീഡിയൻ ഒരു ഇൻഡിവിജ്വൽ സീരീസ് തന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ട്, അത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 4, 7, 8, 9, 10, 12, 13, 17. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മീൻ കണ്ടുപിടിക്കാം. എന്താണ് ഒരു ഇൻഡിവിജ്വൽ സീരീസ് തന്നു കഴിഞ്ഞാൽ മീൻ കണ്ടുപിടിക്കാനായ ഇക്വേഷൻ? മീൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ, ഇവിടെ എക്സ് വാല്യൂ മാത്രമേ ഉള്ളൂ, അപ്പോൾ സിഗ്മ എക്സ് ബൈ സ്മോൾ ലെറ്റർ എൻ. ക്ലിയർ ആണല്ലോ? ഈ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാറ്റയുടെ സം, സിഗ്മ എക്സ്, എക്സിൻ്റെ സം എടുക്കണം. 4 + 7 + 8 + 9 + 10 + 12 + 13 + 17 എടുക്കണം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്കതൊന്ന് കൂട്ടി നോക്കിയേക്കാം. ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടുമ്പോൾ സിഗ്മ എക്സ്, എക്സിൻ്റെ സം എന്ന് പറയുന്നത് 80 എന്ന് വരും. ഡിവൈഡഡ് ബൈ എൻ, സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ ഇവിടെ എത്ര നമ്പർ ഓഫ് ടേംസ്, ഇവിടെ എത്ര ടേംസ് ആണ് തന്നിരിക്കുന്നത് എന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. 8 ടേംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 8 ദാറ്റ് ഈസ് 10 എന്നാണ് നമ്മൾക്ക് എന്ത് കിട്ടിയത്? മീൻ കിട്ടിയത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മീൻ കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? ഒരു ഇൻഡിവിജ്വൽ സീരീസ് തന്നു കഴിഞ്ഞാൽ. യെസ്. നെക്സ്റ്റ് വൺ ആണ് മീഡിയൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ മീഡിയൻ നമ്മൾ എം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് മിസ് പറഞ്ഞു. മീഡിയൻ എപ്പോഴും മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നിരിക്കുന്ന ഡാറ്റ, ഈ തന്നിരിക്കുന്ന ഡാറ്റ അതൊരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ മാറ്റണം. ഓക്കെ, ഇപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് അസെൻഡിങ് ഓർഡറിലാണ്, ചെറുത് മുതൽ വലുത് വരെയായിട്ട്. ഓർഡർ തെറ്റിച്ചായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് 4, 9, 7, 10, 5 അങ്ങനെ ഓർഡർ തെറ്റിച്ചായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് തന്നിരിക്കുന്ന ഡാറ്റ എന്തിൽ എഴുതണം? അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതണം. ഓക്കെ ആണല്ലോ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി അസെൻഡിങ് ഓർഡറിലാണ് തന്നിരിക്കുന്നത് അല്ലേ? കറക്റ്റ് ആ ഓർഡറിലാണ് പോയിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. യെസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ എൻ, നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ നമ്പർ ഓഫ് ടേംസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്ര ടേംസ് തന്നിട്ടുണ്ട്? 8 പേരെ തന്നിട്ടുണ്ട്. അപ്പോൾ 8 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നമ്മളുടെ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കിയാലോ. എന്താ ഇവിടെ പറയുന്നത്? ഒരു ഈവൺ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ, ദ സെക്കൻഡ് കണ്ടീഷൻ ഈവൺ ആണെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 + n/2 + 1 ഡിവൈഡഡ് ബൈ 2 ഒബ്സർവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. n എന്ന് പറയുന്നത് 8 ഈവൺ ആണ്. അപ്പോൾ ഈവൺ ആയി കഴിഞ്ഞാൽ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്താണ്? n/2 + n/2 + 1th ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2 കൂടി വരും. ഓക്കെ ആണല്ലോ? ഒബ്സർവേഷൻ. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് n/2. n എത്രയാണ്? 8. 8/2 + 8/2 + 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. 8/2 എന്ന് പറയുന്നത് 4, 4ാമത്തെ ഒബ്സർവേഷൻ, ഇവിടെ ഒബ്സർവേഷൻ ഉണ്ട്, പ്ലസ് 5ാമത്തെ ഒബ്സർവേഷൻ. 8/2 4, 4 + 1 5 എന്ന് വന്നു. അങ്ങനെയാണ് ഇവിടെ 5 വന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ക്ലിയർ ആണല്ലോ? യെസ്, ദാറ്റ് ഈസ് 4ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 1, 2, 3 എത്രയാ? 9. ഓക്കെ ആണല്ലോ? 9 പ്ലസ് ഇനി 5ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തുള്ളത് എത്രയാ? 10. ഓക്കെ ആണല്ലോ? ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രാമത്തെ ഒബ്സർവേഷൻ ആണെന്ന് എങ്ങനെയാണ് നോക്കുന്നത്? തന്നിരിക്കുന്ന ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അതിലാണ് നമ്മൾ എത്രാമത്തെ ഒബ്സർവേഷൻ ആണ് നോക്കേണ്ടത്. ഡിവൈഡഡ് ബൈ 2 എത്ര വരുന്നു? ദാറ്റ് ഈസ് 19 ഡിവൈഡഡ് ബൈ 2. സോ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് 9.5 എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് ഒരു ഇൻഡിവിജ്വൽ സീരീസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മീൻ ആൻഡ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്. സെറ്റ് ആണല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. നെക്സ്റ്റ് എന്ത് സീരീസ് ആണ് ഇനി വരുന്നത്? ഡിസ്ക്രീറ്റ് സീരീസ്. ഗ്രൂപ്പ് ഡാറ്റയിൽ മീനും മീഡിയനും എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് മീൻ ആൻഡ് മീഡിയൻ. ഇവിടെ നോക്കിക്കേ, മിസ് പറഞ്ഞു ഡിസ്ക്രീറ്റ് സീരീസ് ആയതുകൊണ്ട് എക്സ് മാത്രമല്ല നമ്മുടെ കൂടെ ആര് കൂടി വരുന്നുണ്ട്? എഫ്, ഫ്രീക്വൻസി കൂടി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സും എഫും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ മീൻ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ? മീൻ നമ്മളുടെ x ബാർ ഈസ് ഈക്വൽ ടു
സിഗ്മ എച്ച് ബൈ എൻ ആണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ആര് കൂടി വരുന്നുണ്ട്? എഫ് കൂടി വരുന്നുണ്ട്. സിഗ്മ എഫ് എച്ച് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ക്ലിയർ ആണല്ലോ? ഈ സിഗ്മ എഫിന് പകരം ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്തിൻ്റെ സിഗ്മ, എന്തിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്? എഫ് എക്സിൻ്റെ സം. ഇവിടെ എഫും എക്സും വേറെ വേറെയാണ് തന്നിരിക്കുന്നത്. ഈ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻറ്റു എക്സ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. എക്സ് ഇൻറ്റു എഫ്, അങ്ങനെയല്ലേ എഫ് എക്സ് കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നേരെ തന്നെ ഈ ഒരു ടേബിൾ എടുത്ത് വരക്കണം. എന്നിട്ട് എന്ത് കൂടി കണ്ടുപിടിക്കണം? ഒരു ടേബിൾ കൂടി വരച്ച് അവിടെ എഫ് എക്സ് കൂടി കണ്ടുപിടിക്കണം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? യെസ്, അപ്പോൾ ദാ എഫ് എക്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആൻഡ് നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? എഫ് ഇൻറ്റു എക്സ് ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു എത്രയാണ്? 7, ദാറ്റ് ഈസ് 21 എന്ന് വന്നു. നെക്സ്റ്റ് 8 ഇൻറ്റു 10, ദാറ്റ് ഈസ് 80 എന്ന് വരും. ക്ലിയർ ആണല്ലോ? 13 ഇൻറ്റു 15, ദാറ്റ് ഈസ് 195 എന്ന് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 10 ഇൻറ്റു 18, 180 വന്നു. 23 ഇൻറ്റു 6, ദാറ്റ് ഈസ് 138 എന്ന് വന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻറ്റു ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, സുഖമായി തന്നെ എന്താ ഇങ്ങനെ അങ്ങ് ചെയ്തങ്ങ് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, എഫ് എക്സ് കണ്ടുപിടിച്ചു. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മീൻ ഇസ് ഈക്വൽ ടു എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. ഓക്കെ, സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം? ഈ എഫ് എക്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടണം, എന്നാലാണ് സിഗ്മ എഫ് എക്സ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 614 എന്ന് വരും. ഓക്കെ, അപ്പോൾ 614 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്ന് പറയുന്നത് ഈ എഫിൻ്റെ ടോട്ടൽ. ഓക്കെ, സിഗ്മ എന്ന് പറയുമ്പോൾ സമ്മാണെന്ന് പറഞ്ഞു. അപ്പോൾ എഫിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 48 എന്ന് വരും. അപ്പോൾ 614 ഡിവൈഡഡ് ബൈ 48. ഇതാണ് നമ്മളുടെ എന്ത്? മീൻ എന്ന് പറയുന്നത്. കണ്ടോ, സിമ്പിളായി തന്നെ മീൻ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത് 12.79 എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? നമ്മൾക്ക് മീനാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മളുടെ മീൻ കണ്ടുപിടിക്കുന്നത്. എന്ത് സീരീസിൽ? ഡിസ്ക്രീറ്റ് സീരീസിൽ. സെറ്റാണല്ലോ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തുകൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? മീഡിയൻ കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മീഡിയൻ ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? എൻ നോക്കിയിട്ട് ഇവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കിയേക്കാം. യെസ്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇവൻ്റെ മീഡിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് ഒരാളെ കൂടെ വേണം. അതാണ് നമ്മളുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, CF എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് ഞാൻ എന്താ മീഡിയൻ എഴുതുന്നുണ്ട്. മീഡിയൻ ഈസ് ഈക്വൽ ടു M ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ആദ്യം N എന്ന് പറയുന്നത് ഓടാണോ ഇവനാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ N എന്ന് പറയുന്നത് ഇവിടെ സിഗ്മ എഫ് ആണ്. അതെന്ന് പറയുന്നത് 48 ആണ്. ഈ 48 എന്ന് പറയുന്നത് അതൊരു ഇവൻ നമ്പർ അല്ലേ? ഓക്കെ, അപ്പോൾ അതൊരു ഇവൻ നമ്പർ ആണ്. ഇവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ n/2 ആൻഡ് n/2 + 1 ഡിവൈഡഡ് ബൈ 2 നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ n/2 നേരെ കൊടുക്കുക. n/2 ഒബ്സർവേഷൻ പ്ലസ് n/2 + 1 ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 24 + 25 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് എത്രയാണ് വരിക? 24.5 ആണ് നമ്മൾക്ക് എന്ത് വരുന്നത്? നമ്മളുടെ 24.5th ഒബ്സർവേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരാളെ കൂടി കണ്ടുപിടിക്കാനുണ്ട്. അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇവിടെ സ്ഥലമില്ല. ആക്ച്വലി നമുക്ക് ഇവിടെയാണ് കേട്ടോ പെട്ടി വരയ്ക്കേണ്ടത്. അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. നമ്മളുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പോകുന്നു. CF എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ആഡ് ചെയ്ത് എഴുതുന്നതിനാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കിയേക്കാം. ഫസ്റ്റ് വൺ ആണ് എന്ത്? 7. അപ്പോൾ 7 തന്നെ എഴുതി. നെക്സ്റ്റ് വൺ 7 + 10 ദാറ്റ് ഈസ് 17. ക്ലിയർ ആയോ? ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതണം. നെക്സ്റ്റ് വൺ 17 + 15 ദാറ്റ് ഈസ് 32. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എത്രയാണ്? 32 + 10 ദാറ്റ് ഈസ് 42.
42 പ്ലസ് 6 ദാറ്റ് ഈസ് 48. കണ്ടോ, ഈ രീതിയിലാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എന്തിനാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 24.5 എവിടെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കറക്റ്റ് 24.5 ഇവിടെ വരുന്നില്ല. പക്ഷെ നമുക്കറിയാം 24.5 എന്ന് പറയുന്നത് 17നും 32നും ഇടയിലാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? 17നും 32നും ഇടയിലാണ് വരുന്നത്. നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഹയസ്റ്റ് വാല്യൂ, ഹയസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് 32 എടുക്കണം. ഓക്കെ, 17നും 32നും ഇടയിലാണെന്ന് പറഞ്ഞു. നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയ 32 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 32ന് നേരെയുള്ള ആളുകളെ ഞാനൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, 32ന് നേരെയുള്ള ആളുകളൊന്നും ഞാൻ റൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഈ 32ന് നേരെ വരുന്നത് ആരാണ്? നോക്കിക്കേ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 32ന് നേരെ വരുന്ന ആരാണ്? 13. സോ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മീഡിയൻ കണ്ടുപിടിക്കുന്നത്. സെറ്റ് ആണല്ലോ? യെസ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് തന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സീരീസിൽ മീനും മീഡിയനും കണ്ടുപിടിക്കാൻ പഠിച്ചു. ഡിസ്ക്രീറ്റ് സീരീസ് തന്നിട്ട് ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ആൻഡ് മീഡിയൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നെക്സ്റ്റ് വണ്ണാണ് നമ്മളുടെ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് മീൻ ആൻഡ് മീഡിയൻ കണ്ടുപിടിക്കാൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ ഇതാ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫൈൻഡ് മീൻ ആൻഡ് മീഡിയൻ. സോ കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് എന്താ ക്ലാസ്സസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സസ് തരുമ്പോൾ നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ, മീൻ എക്സ് ബാർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാം ഇക്വേഷൻ എന്താണ്? സെയിം ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ഇക്വേഷൻ തന്നെയാണ്, സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ക്ലിയർ ആണല്ലോ? പക്ഷേ നേരത്തെ ചെയ്തതുപോലെ ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്, 0 ഉണ്ട്, 10 ഉണ്ട്. ഇവിടെ 10 ഉണ്ട്, 20 ഉണ്ട്. അപ്പോൾ ഇവരിൽ ആരെ വെച്ചിട്ടാ ഈ ഫ്രീക്വൻസി തമ്മിൽ ഇൻറ്റു ചെയ്യുക? അല്ലേ, അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോഴാണ് നമ്മളിവിടെ ചെയ്യുന്നത്, ഈ തന്നിരിക്കുന്ന ക്ലാസ്സിൻ്റെ ഇവരുടെ മിഡ് വാല്യൂ ക്ലാസ് മാർക്ക് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ 0ൻ്റെയും 10ൻ്റെയും നടുക്ക് വരുന്ന നമ്പർ എത്രയാണ്? 5. നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, 5 ആണ്. 10നും 20ക്കും ഇടയ്ക്ക് വരുന്നത് ആരാണ്? 15. 20ക്കും 30ക്കും ഇടയ്ക്ക് വരുന്നത് ആരാണ്? 25. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾക്ക് ഇവിടെ ക്ലാസ് മാർക്ക് അഥവാ അവരുടെ മിഡ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇൻ കേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ക്ലാസ്സസ് ആണ് തരുന്നതെങ്കിൽ നേരെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. ഇപ്പോൾ ഇവൻ്റെ മിഡ് വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. ഈ തന്നിരിക്കുന്ന 40 ലോവർ ലിമിറ്റും ഇവൻ അപ്പർ ലിമിറ്റും ആണ്. ഓക്കെ, ഈ സൈഡിലുള്ളവരെല്ലാവരും ലോവർ ലിമിറ്റ്, ഈ സൈഡിലുള്ളവരെല്ലാവരും അപ്പർ ലിമിറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മിഡ് വാല്യൂ കിട്ടും, ക്ലാസ് മാർക്ക് കിട്ടും. ഇവൻ്റെ മിഡ് വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 60 + 70 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ക്ലാസ് മാർക്ക് അഥവാ മിഡ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അതിൻ്റെ ആവശ്യം ഒന്നും വരുന്നില്ല, നമുക്ക് നേരെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. 30നും 40നും ഇടയിൽ 35 ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലാസ് മാർക്ക് അഥവാ മിഡ് വാല്യൂ എക്സ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം എഫ് എക്സ് അഥവാ എഫിനെയും എക്സിനെയും ഇൻറ്റു ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയേക്കാം. യെസ്, അപ്പോൾ എക്സ് ബാർ മീൻ ഈസ് ഈക്വൽ ടു എന്താ? സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യം എക്സ് കണ്ടുപിടിക്കണം അല്ലേ? എക്സ് കണ്ടുപിടിച്ചാലേ എഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ക്ലാസിൻ്റെ മിഡ് വാല്യൂ. അപ്പോൾ 0ൻ്റെയും 10ൻ്റെയും മിഡ് വാല്യൂ എന്ന് പറയുന്നത് 5, അടുത്തത് 15, 25, 35, 45, 55, 65. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്? എഫ് എക്സ്. ഓക്കെ ആണല്ലോ? എന്നിട്ട് വേണം ഈ എഫ് എക്സിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ? സമ്മ് കണ്ടുപിടിക്കാൻ. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സിഗ്മ എഫ് എക്സ്. ഇതല്ലേ ഇക്വേഷൻ? അപ്പോൾ എഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്ത് ചെയ്താൽ മതി? ഈ എഫും എക്സും തമ്മിൽ എന്താ മൾട്ടിപ്പിൾ ചെയ്യണം. 5 × 5 25, അടുത്തത് 150. ഇതുപോലെ എല്ലാവരെയും മൾട്ടിപ്പിൾ ചെയ്ത് ഈ കോളം അങ്ങ് ഫില്ല് ചെയ്ത് പോകണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമല്ലോ? യെസ്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും വരുന്നത്. ഓക്കെ, ഈ വാല്യൂസുകളായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? നമ്മളുടെ എഫ് എക്സ് ആയിട്ട് കിട്ടുന്നത്. യെസ്, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ മീൻ എന്ന് പറയുന്നത് മീൻ ഈസ് ഈക്വൽ ടു
ഓൾറെഡി നമ്മൾ എഴുതി, ഒത്തിരി വട്ടമായാലും എഴുതുന്നത്. സിഗ്മ എഫ് എച്ച് ബൈ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എച്ച്. എഫ് എക്സിൻ്റെ സം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? എഫ് എക്സ് ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ, ജസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഇവരുടെ എല്ലാവരുടെയും സം ഡിവൈഡഡ് ബൈ എഫിൻ്റെ സം. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3560 ഡിവൈഡഡ് ബൈ ഇനി സിഗ്മ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 100. ക്ലിയർ ആണല്ലോ? യെസ്, ദാറ്റ് ഈസ് 35.6 എന്ത് വരുന്നത്? നമ്മുടെ എക്സ് ബാർ അഥവാ മീൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് സീരീസ് വന്നു കഴിഞ്ഞാൽ സെയിം ഇക്വേഷനാണ്, അവിടെ എക്സ് കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണം എഫ് എക്സ് വെച്ചിട്ട് ഇൻറ്റു ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ മീൻ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. വളരെ സിമ്പിളാണ് മീൻ കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? മിസ് പറഞ്ഞു, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു എച്ച്. ഓക്കെ, ഈ ആളുകളെല്ലാം നമ്മൾക്ക് പരിചയപ്പെട്ടു പോകാം. അപ്പോൾ ഇക്വേഷനിൽ തന്നെ ഉണ്ടല്ലേ എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലേ, എന്താണ് സി എഫ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ടല്ലേ. അതിന് വേണ്ടിയാണ് ഞാനിവിടെ എക്സ്ട്രാ കോളം തന്നെ വെച്ചിരിക്കുന്നത്. എന്താണ് സി എഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സി എഫ് കണ്ടുപിടിക്കാം? ആദ്യത്തെ എഫ് ഞാൻ അതുപോലെ തന്നെ എഴുതി. ഇനി 5 + 10 എത്രയാ? 15. അങ്ങനെ ആഡ് ചെയ്ത് എഴുതണം. ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? ഇവിടെ ഫുള്ള് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതാ അടുത്ത് നമുക്ക് എത്ര വരും? 15 + 18 ദാറ്റ് ഈസ് 33 എന്ന് വന്നു. ഇനി 33 + 30 ദാറ്റ് ഈസ് 63 എന്ന് വന്നു. 63 + 20 ദാറ്റ് ഈസ് 83 വന്നു. 83 + 12 എത്രയാണ് വരുന്നത്? 95 എന്ന് വന്നു. 95 + 5 100 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ സെറ്റായോ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് വൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ എൻ കണ്ടുപിടിച്ചു അല്ലേ. എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n/2 നമുക്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 100 ഡിവൈഡഡ് ബൈ 5 എത്ര വന്നു? 5 അല്ല, 100 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 50 എന്ന് വന്നു. ഓക്കെ ആണല്ലോ? ഇനി ഈ 50 എന്ന് പറയുന്നത് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഇടയിൽ എവിടെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ 50 എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. 50 എന്ന് പറയുന്നത് 33നും 63നും ഇടയിലാണ് 50 വരുന്നത്. ഓക്കെ, അതിന് നമ്മൾ ചെറിയ വാല്യൂ എടുക്കത്തില്ല, എപ്പോഴും എന്താ വലിയ വാല്യൂ ആണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 63ന് നേരെ വരുന്നതാണ് നമ്മളുടെ എന്ത്? മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇവനാണ് മീഡിയൻ ക്ലാസ്. സെറ്റല്ലേ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നേരെ നമ്മുടെ ഇക്വേഷനിലെ ആളുകൾ ആരൊക്കെയാണെന്ന് എഴുതാൻ പോകുന്നു. ഇവിടെ എൽ എന്ന് പറയുന്നത് നമ്മളുടെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് ആരാണ്? 30. ദാറ്റ് ഈസ് 30 എന്ന് വന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് n/2 ക്യാപിറ്റൽ ലെറ്റർ n/2. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 50. 100/2 ദാറ്റ് ഈസ് 50. ഓക്കെ ആണല്ലോ? യെസ്, 50 എന്ന് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വൺ ആണ് സി എഫ് കണ്ടുപിടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ 63 അല്ല നമ്മൾ സി എഫ് ആയിട്ട് എടുക്കേണ്ടത്. ഇവനെയാണ് സി എഫ് ആയിട്ട് എടുക്കേണ്ടത്. പ്രിസീഡിങ്. ഓക്കെ, എന്താണ് പ്രിസീഡിങ്? തൊട്ട് മുന്നേ വരുന്നത് ആളെയാണ് നമ്മൾ സി എഫ് ആയിട്ട് എടുക്കേണ്ടത്. അതായത് നമ്മളുടെ 33നെയാണ് സി എഫ് ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ ആയോ? തെറ്റിക്കരുത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് നേരെ കിടക്കുന്ന എഫ് എത്രയാണ്? 30 ആണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് ഈ ക്ലാസ്സസിൻ്റെ എന്താണ്? ക്ലാസ് ഇൻ്റർവൽ എത്രയാണ് അല്ലേ എന്ന് പറഞ്ഞാൽ 40 - 30 അവരുടെ ഡിഫറൻസ് ആണ് എച്ച് ആയിട്ട് എടുക്കുന്നത്. എത്രയാണ്? 10. ഓക്കെ, അപ്പോൾ എല്ലാ ആളുകളെയും മനസ്സിലായല്ലോ? സി എഫ് എടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. സി എഫ് നമുക്ക് ആ മീഡിയൻ ക്ലാസ്സിലുള്ള സി എഫ് അല്ല, പ്രിസീഡിങ്. ഓക്കെ, തന്നിരിക്കുന്നതിൻ്റെ തൊട്ട് മേളിലുള്ള അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്നതിൻ്റെ തൊട്ട് മേളിലുള്ള സി എഫ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാ ആളുകളെയും നമുക്ക് കിട്ടിയല്ലോ. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? നേരെ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നേരെ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് കൊടുത്തേക്കാം. എന്താണ് ഇക്വേഷൻ? ഒന്നുകൂടി എഴുതിയേക്കാം. മീഡിയൻ m = എന്താ? L + n/2 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു എച്ച്. ക്ലിയർ ആണല്ലോ? എൽ എന്ന് പറയുന്നത് എത്രയാണ്? 30 പ്ലസ് n/2 എന്ന് പറയുന്നത് 50 മൈനസ്
സി എഫ് എന്ന് പറയുന്നത് 33 ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറയുന്നത് 30 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 10. ഓക്കെ, നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 35.6 ആണ് കേട്ടോ. ഓൾറെഡി നമ്മൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ആദ്യം ആ മൈനസും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ചെയ്തതിന് ശേഷം വേണം പ്ലസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരുന്നത് 35.6 ആണ് നമ്മൾക്ക് എന്ത് വരുന്നത് മീഡിയൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫസ്റ്റ് എന്താണ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? 3 സീരീസ് എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഈ 3 സീരീസിലും നമ്മളുടെ മീൻ ആൻഡ് മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഒരു സ്ട്രെച്ചിൽ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ ചെറിയ ഒന്ന് സ്ലോ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഇക്വേഷൻസ് എല്ലാം കാണുമ്പോൾ തന്നെ അല്ലേ ഒന്ന് പേടിച്ച് പോയിട്ടുണ്ടാവും. കുഴപ്പമില്ല, എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് എന്താ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ഇക്വേഷൻസ് പഠിക്കുക. സ്റ്റാറ്റിയാണ് ഇക്വേഷൻസ് വെറുതെ കാണാതെ പഠിച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്ന് കരുതരുത്. എന്ത് ചെയ്യണം? ഇക്വേഷൻസ് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ എക്സാം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആവും. അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് നന്നായി തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായാലോ? യെസ്, ഇനി ഇത് പഠിച്ചതിന് ശേഷം വേണം അടുത്തതിലേക്ക് കടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലാസ് കാണുക, ഒന്നുകൂടി പഠിക്കുക, എന്നിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് പോകാൻ. അല്ലെങ്കിൽ എല്ലാം കൂടി എന്താണ് ഒരു കുളമാകും. ഓക്കെ, അത് നമുക്ക് വേണ്ട. അപ്പോൾ ആദ്യം ഈ 3 സീരീസിൽ മീൻ മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പക്ക ക്ലിയർ ആയിട്ട് പഠിക്കണം. അതിനുശേഷം മാത്രം അടുത്ത സെക്ഷനിലോട്ട് പോയാൽ മതി. ഓക്കെ അല്ലേ? യെസ്, ഇനിയാണ് നമ്മൾ അടുത്ത ഒരു സെക്ഷനിലോട്ട് കടക്കാൻ പോകുന്നു. അതാണ് നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഓക്കെ, അപ്പോൾ ഇവനും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ മീൻ. നമ്മളിപ്പോൾ പഠിച്ച മീൻ എന്ന് പറയുന്ന ആൾ കൂടി ഇതാ ഈ ഒരു ക്വസ്റ്റ്യനിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റെഡി ആണല്ലോ? യെസ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് അതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് നോക്കിയേക്കാം. യെസ്, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് കേട്ടോ. ഫസ്റ്റ് കോളം നോക്കാം, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. അപ്പോൾ ഇവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മീൻ ഡീവിയേഷൻ MD, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ നമുക്കറിയാം എച്ച് ബാർ ആണ്. സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? MD ഇട്ടിട്ട് ബ്രാക്കറ്റിൽ എച്ച് ബാർ. ഓക്കെ, ഇനി ഇക്വേഷനിലേക്ക് വരുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ സീരീസ് തന്നു കഴിഞ്ഞാൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. അവിടെ ഇക്വേഷനിൽ ഇതാ എക്സ് ബാർ കിടക്കുന്നുണ്ട്. എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? മീൻ. അപ്പോൾ മീൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ക്ലിയർ ആയോ? ഇനി അത് തന്നെ ഗ്രൂപ്പ് ഡാറ്റ ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് വരുമ്പോൾ സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ എഫ് വരുന്നുണ്ട്, താഴെ സിഗ്മ എഫ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അത് തന്നെയാണ്, ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് കണ്ടിന്യൂസ് സീരീസിലും. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സെറ്റ് അല്ലേ? ഇനി ജസ്റ്റ് ഒന്ന് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കൂടി ഒന്ന് പറഞ്ഞു പോയേക്കാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കൂടി ഒന്ന് പറഞ്ഞു പോയേക്കാം. ദാ എല്ലാവരും നോക്കിക്കേ, ഈ മേളിലെ ഇക്വേഷൻ തന്നെയാണ് താഴെയും കിടക്കുന്നത്. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ വന്നപ്പോൾ ഇവിടെ എക്സ് ബാർ മീൻ ആയിരുന്നു. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ വന്നപ്പോൾ ഇവിടെ മീഡിയനായി. അത്രേ ഡിഫറൻസ് ഉള്ളൂ. ദാ ഇവിടെ നോക്കിക്കേ, എക്സ് ബാറിന് പകരം മീഡിയൻ, ഇവിടെയും എക്സ് ബാറിന് പകരം മീഡിയൻ. അത്രേ ഉള്ളൂ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ എക്സ് ബാർ, സെയിം ഇക്വേഷൻ തന്നെയാണ് എബൌട്ട് മീഡിയൻ ആണെങ്കിൽ എക്സ് ബാറിന് പകരം അവിടെ മീഡിയൻ ആയിരിക്കും വരിക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇക്വേഷൻസും നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. അപ്പോൾ നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തന്നിരിക്കുന്ന ഡാറ്റയെ ഞാൻ എക്സ് ആയിട്ട് കൊടുത്തു. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ മോഡുലസ് അറിയാലോ,
ഈ മൈനസ് സൈൻ മാറ്റം മോഡുലസിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവില്ല, എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. ആദ്യമേ ഞാൻ എന്താ ഇക്വേഷൻ എഴുതി. മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ ആണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആ എക്സ് ബാർ കണ്ടുപിടിക്കേണ്ടത് എത്രയാണെന്ന്. ഓക്കെ, അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മീൻ കണ്ടുപിടിക്കണം. എന്താ മീൻ? ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വെരി ഫസ്റ്റ് നമ്മൾ ചെയ്തു, സിഗ്മ എക്സ് ബൈ എൻ. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും തമ്മിൽ കൂട്ടുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. 1 2 3 4 5 6 7 8 സെയിം തന്നെയാണല്ലേ, നേരത്തെ വന്ന ആൾ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 80/8 എത്ര വന്നു? 10 എന്ന് വന്നു. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ എക്സ് ബാർ എത്രയാണ്? 10 കിട്ടി. ഇനി നമുക്ക് സിഗ്മ മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ എന്തിൻ്റെ സം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സിഗ്മ എന്തിൻ്റെ സം? എക്സ് മൈനസ് എക്സ് ബാർ. മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിച്ചിട്ട് അവരുടെ സം, അവരുടെ സിഗ്മ അല്ലെ, അവരുടെ സം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നേരെ തന്നെ കോളം വരക്കാം. എക്സ് എന്ന് പറയുന്ന ആളുകളെ ഞാൻ എടുത്ത് എഴുതി. സെക്കൻഡ് കോളമാണ് നമ്മളുടെ മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് ബാർ എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു. മീൻ എത്രയാണ്? 10 ആണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. എക്സ് ആദ്യം എത്രയാണ്? 4. മോഡുലസ് 4 മൈനസ് എക്സ് ബാർ ദാറ്റ് ഈസ് 10 മൈനസ് 6 എന്ന് വരും. മോഡുലസ് ഉള്ളത് കൊണ്ട് ഉത്തരം 6 വന്നു. ക്ലിയർ ആണല്ലോ. ഇനി മോഡുലസ് എക്സ് എന്ന് പറയുന്നത് 7 മൈനസ് എക്സ് ബാർ 10 തന്നെയാണ്. ദാറ്റ് ഈസ് -3 ബ്രാക്കറ്റ് അല്ല, മോഡുലസിന് പുറത്തേക്ക് വരുമ്പോൾ +3 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഇതുപോലെ സ്റ്റെപ്സ് കാര്യങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഇപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മിസ് ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് തന്നതാണ്. മോഡുലസ് 4 - 10 എന്നെല്ലാം അവിടെ എക്സാമിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാവരെയും മൈനസ് ചെയ്ത് എന്തിൽ നിന്ന്? ഈ തന്നിരിക്കുന്ന എക്സ് വാല്യൂവിൽ നിന്ന് ഈ എക്സ് ബാർ ആയ 10നെ മൈനസ് ചെയ്യണം. നെഗറ്റീവ് വരത്തില്ല. അപ്പോൾ അടുത്ത നമുക്ക് 8 - 10 ദാറ്റ് ഈസ് എത്രയാണ്? 2. 9 - 10 1. മോഡുലസ് ഉള്ളതുകൊണ്ട് പോസിറ്റീവായിട്ട് മാറും. അടുത്തത് 10 - 10 0 2 3 7. ഇതാണ് എന്ത് വന്നിരിക്കുന്നത്? മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്ത് കണ്ടുപിടിക്കാം? നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് എന്താണ്? മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ എഴുതിയിരുന്നു. എന്താ? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. എക്സ് മൈനസ് എക്സ് ബാർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയൊക്കെയാണ്? ഇവരാണ് എക്സ് മൈനസ് എക്സ് ബാർ. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ ഇവരുടെ ടോട്ടൽ, ഇവരുടെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവരെല്ലാവരെയും 6 + 3 + 2 ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 24 എന്ന് വരും. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. എൻ എന്ന് പറയുന്നത് എത്ര എണ്ണം തന്നിട്ടുണ്ട്? ഇവിടെ 8 ഡാറ്റയാണ് തന്നിരിക്കുന്നത്. 8 ടേംസ് ആണ് തന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 8 ദാറ്റ് ഈസ് എത്രയാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കിട്ടുന്നത്? 3 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായി തന്നെ ചെയ്യാൻ സാധിക്കും. മിസ് പറഞ്ഞു ആദ്യത്തെ മീനും മീഡിയനും പഠിച്ചതിന് ശേഷം മാത്രം ഇത് പഠിക്കാട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായി പോകും നമുക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. യെസ്, ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഓക്കെ, ഇവിടെ എക്സും എഫും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ FI HI എന്നൊക്കെ തരും കേട്ടോ. എക്സും എഫും എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കുറേ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്ലാസ്സിൽ വേറെ രീതിയിലാണ് എടുത്തത്, അതാണ് കുറച്ച് ഈസിയെങ്കിൽ അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അല്ല മിസ് ഇപ്പോൾ പറയുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈസി ആയിട്ട് തോന്നിയെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഫൈനൽ ആൻസർ കറക്റ്റായി തന്നെ വരും. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു ഡിസ്ക്രീറ്റ് സീരീസ് തന്നിട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്താണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ? സെയിം ഇക്വേഷൻ തന്നെയാണ്. സിഗ്മ മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ സെയിം തന്നെയാണ് നേരത്തെ എഴുതിയ ഇക്വേഷൻ. ഇവിടെ ആര് കൂടി വരുന്നുണ്ട്? എഫ് കൂടി വരുന്നുണ്ട്. സോ എഫ് വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഓക്കെ ആണല്ലോ? ഈ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ ബാക്കിയെല്ലാം സുഖമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും ആരെ കണ്ടുപിടിക്കേണ്ടതുണ്ട്? നമ്മളുടെ എക്സ് ബാർ. നമുക്ക് മീൻ കണ്ടുപിടിക്കണം. ഒരു ഡിസ്ക്രീറ്റ് സീരീസ് തന്നാൽ മീൻ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്താ? സിഗ്മ
എച്ച് ബൈ എൻ ആയിരുന്നു ഇൻഡിവിജ്വൽ സീരീസിൽ അല്ലേ. ഡിസ്ക്രീറ്റ് സീരീസിൽ ആര് കൂടി വരുന്നുണ്ട്? എഫ് എച്ച് ഡിവൈഡഡ് ബൈ എൻ, ക്യാപിറ്റൽ ലെറ്റർ എൻ അല്ലെങ്കിൽ സിഗ്മ എഫ് എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫ് എക്സ് കണ്ടുപിടിക്കണം. എഫിനെയും എക്സിനെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. യെസ്, അപ്പോൾ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്? എഫ് എക്സ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യുക? രണ്ട് പേരെയും തമ്മിൽ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ ആദ്യം എത്രയാണ് വരിക? 5 × 7 ദാറ്റ് ഈസ് 35, 4 × 10 ദാറ്റ് ഈസ് 40. ഇങ്ങനെ എന്ത് ചെയ്യുക? എല്ലാ കോളംസും ഒന്ന് ഫില്ല് ചെയ്ത് പോകണം. ഓക്കെ, 40. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എത്രയാണ്? 90 വരും. 60, 125. എന്താ ചെയ്തത്? ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്തു. അങ്ങനെയാണ് എഫ് ഇൻറ്റു എക്സ് എഫ് എക്സ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് മീൻ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കാം? മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എച്ച് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ ഈ എഫ് എക്സിൻ്റെ സം അല്ലെ, സിഗ്മ എഫ് എച്ച് ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടുക. അപ്പോൾ ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 350 എന്ന് വരും. ഡിവൈഡഡ് ബൈ സിഗ്മ എഫിനെ എല്ലാവരെയും തമ്മിൽ കൂട്ടുക. അവരെ തമ്മിൽ കൂട്ടുമ്പോൾ 25 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ 350 ഡിവൈഡഡ് ബൈ 25 ദാറ്റ് ഈസ് 14 എന്ത് വരുന്നത്? എക്സ് ബാർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് ബാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എഫ് എക്സ് എല്ലാം കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് എത്ര വന്നു? 14 വന്നു. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് എന്താ ചെയ്യേണ്ടത്? എക്സ് ബാർ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? എക്സ് മൈനസ് എക്സ് ബാർ, മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം. ആ നമ്പറിനെ എഫ് വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. എന്നിട്ട് വേണം അവരുടെ സിഗ്മ കണ്ടുപിടിക്കാൻ, അവരുടെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത കോളം എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് മൈനസ് എക്സ് ബാർ മോഡുലസ് ഉണ്ട്. എക്സ് ബാർ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ബാർ എന്ന് പറയുന്നത് 14 എന്ന് പറഞ്ഞാൽ ഈ എക്സുകളിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? 14 മൈനസ് ചെയ്യണം. മോഡുലസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 5 മൈനസ് 14 എത്രയാണ്? 9 എന്ന് വരും. -9 വരും. ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുമ്പോൾ +9 ആയി. ഞാനപ്പോൾ സ്റ്റെപ്പ് അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. 9, അടുത്തത് 4, നെക്സ്റ്റ് വരുന്നത് 1, ദെൻ നെക്സ്റ്റ് വരുന്നത് 6, ദെൻ 11. ഈ രീതിയിലാണ് എന്ത് വരുന്നത്? നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഈ എക്സ് മൈനസ് എക്സ് ബാർ മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? എഫ് ഫ്രീക്വൻസി കൊണ്ട് നമുക്ക് ഇൻറ്റു ചെയ്യണം. എന്നിട്ട് വേണം സിഗ്മ അവരുടെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട്. എന്നാലേ ഇക്വേഷനിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കിയേക്കാം. യെസ്, അപ്പോൾ നമുക്കതൊന്ന് നോക്കിയേക്കാം. യെസ്, എഫ് ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ. എഫ് നമുക്ക് ഓൾറെഡി അറിയാം. 7 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 9. എത്രയാണ് വരിക? 63. വീണ്ടും എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ്? 4 ഇൻറ്റു 4 ദാറ്റ് ഈസ് 16. 6 ഇൻറ്റു 1 6. 3 ഇൻറ്റു 6 എത്രയാണ്? 3 ഇൻറ്റു 6 18. 5 ഇൻറ്റു 11 ദാറ്റ് ഈസ് 55 എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. എല്ലാ ആളുകളെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? deviation about mean is equal to sigma f into x minus x bar divided by sigma f. ഓക്കെ ആണല്ലോ. എന്ത് ചെയ്യണം? സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരെയും തമ്മിൽ സിഗ്മ കൂട്ടണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 158 എന്ന് വരും. ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ, 25 ആണ്. 25 ഇവർ തമ്മിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.32. 32 എന്ന് വായിക്കരുത് കേട്ടോ. 6.32 ആണ് എന്ത് വരുന്നത്? നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എവിടെ വരുന്നത്? നമ്മളുടെ ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആൻസർ വരുന്നത് 6.32. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. സെറ്റാണല്ലോ. അപ്പോൾ ഇതും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ? കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കണ്ടിന്യൂസ് സീരീസ് നമുക്ക് ഒരു എന്താണ് പെർ ഡേ ഇൻകം തന്നിട്ടുണ്ട്. ആൻഡ് അത് എത്ര പേർക്കാണ് എത്ര പേഴ്സണാണ് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇവിടെയും മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് കോളം വരക്കണം. നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് എന്താ? ക്ലാസ് ആയിട്ട് എഴുതാം. 0, 100, 120 ഈ രീതിയിലാണ് ക്ലാസ് തന്നിരിക്കുന്നത്. ആൻഡ് ഫ്രീക്വൻസി അതായത് നമ്പർ ഓഫ് പേഴ്സൺസും തന്നിട്ടുണ്ട്.
നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കുക? സെയിം ഇക്വേഷൻ തന്നെയാണ് അല്ലേ? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ്. സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് എച്ച് മൈനസ് എച്ച് ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എച്ച് ബാർ നമ്മുടെ മീൻ കണ്ടുപിടിക്കണം, എന്നിട്ട് മോഡുലസ് എച്ച് മൈനസ് എച്ച് ബാർ കണ്ടുപിടിക്കണം, അതിനെ എഫ് വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം, എന്നിട്ട് വേണം ആൻസറിലേക്ക് എത്താൻ അല്ലെ, ഇക്വേഷനിലേക്ക് എത്താൻ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കാര്യങ്ങളുണ്ട് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ചെയ്തതുപോലെ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ വെരി ഫസ്റ്റ് നമ്മൾ ചെയ്തതാണ് സിഗ്മ എഫ് എച്ച് ബൈ സിഗ്മ എഫ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എൻ. ഇവിടെ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഇല്ല അല്ലേ, ക്ലാസസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ എന്താണ് മിഡ് വാല്യൂവിനല്ലേ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? എക്സ് ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ ആയോ? ഓർമ്മ വന്നോ? അപ്പോൾ എക്സ് നമ്മൾക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ 100ൻ്റെയും 0ൻ്റെയും ഇടയിൽ വരുന്നത് ആരാണ്? ഇവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. 50. അടുത്തതോ 150, 250, 350, അങ്ങനെ നമ്മൾക്ക് എക്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കണം? എഫ് എക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അവരുടെ സിഗ്മ, അവരുടെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യണം. 4 × 50, 200, 8 × 150, 1200, അങ്ങനെ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് ഇവരുടെ സം എടുക്കണം. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. അപ്പോൾ ഇവിടെ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് പോകണം കേട്ടോ നിങ്ങൾ. അവിടെ നമുക്ക് സിഗ്മ, ഞാനിപ്പോൾ ആൻസർ ഇവിടെ എഴുതി പോകുന്നുണ്ട്. ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടുമ്പോൾ ലാസ്റ്റ് നമുക്ക് 17,900 ആണ് സമ്മ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ ഈ എഫിൻ്റെ സം എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ കിട്ടുന്നത് 358. ഇതാണ് നമ്മളുടെ എക്സ് ബാർ കിട്ടുന്നത്. എക്സ് ബാർ കിട്ടിയാൽ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണല്ലേ. അടുത്തത് എന്താണ്? മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ അല്ലെ, ഇവനെ എഫ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ ഒന്ന് ഞാൻ ചെയ്ത് നോക്കിയേക്കാം. എക്സ് മൈനസ് എക്സ് ബാർ മോഡുലസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 50 മൈനസ് 358 മോഡുലസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 308 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ 8 മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 358, ദാറ്റ് ഈസ് 208 വരും. അങ്ങനെ കണ്ടുപിടിക്കണം. അതിനുശേഷം അടുത്ത കോളം എന്താ ചെയ്യേണ്ടത്? ഈ 4 × 308 ചെയ്യണം. 12, 32. അടുത്തത് 8 × 208 ചെയ്യണം. 16, 64. ഈ രീതിയിൽ ഈ കോളം ഫുൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. എന്നിട്ട് അവരുടെ സം എടുക്കുക. ഡിവൈഡഡ് ബൈ ഈ 50 സിഗ്മ എഫിൻ്റെ സം ചെയ്യുക. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ടേബിൾ നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഫില്ല് ചെയ്യുക കേട്ടോ. തനിച്ചൊന്ന് ചെയ്ത് നോക്കാം. പോസ് ചെയ്ത് വരുമ്പോഴേക്കും മിസ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ ആൻസറിൽ എത്തി എന്ന് കരുതുന്നു. ഇതാ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ടേബിൾ. ഓക്കെ, അപ്പോൾ എക്സ് എല്ലാവരെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് എക്സ് ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്തതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി എക്സ് ബാർ എത്രയായിരുന്നു? നമുക്ക് 358 ആയിരുന്നു. എക്സ് മൈനസ് എക്സ് ബാർ ചെയ്തപ്പോൾ ദാ ഇത്രയും വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതാ 4 × 308 ഉത്തരം കിട്ടി. ഇതാ 7 × 92. ഇതാ അവരെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ടേബിൾ കിട്ടുന്നത്. ഇനി ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്താൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറയുന്നത് എങ്ങനെയാ? സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ദാ എന്തിൻ്റെ സിഗ്മയാണ് പറഞ്ഞിരിക്കുന്നത്? എഫ് ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ. എഫ് ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവരെന്ത് ചെയ്യണം? സം ചെയ്യണം. ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 7, 8, 9, 6 എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ എഫിൻ്റെ സം സിഗ്മ എഫ് 4 + 8 + 9 അവരെല്ലാവരെയും തമ്മിൽ കൂട്ടുക. ദാറ്റ് ഈസ് 50. ഓൾറെഡി നമ്മൾ മീൻ കണ്ടുപിടിക്കാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എത്രയാണ് വരിക? 157.92 ആണ് എന്ത് വരുന്നത്? നമ്മളുടെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കണ്ടിന്യൂസ് സീരീസ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം സെയിം മോഡൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് പഠിച്ച് പോയാൽ സിമ്പിളായി തന്നെ നമ്മൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ
3 സീരീസിലും എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചല്ലോ. ഓക്കെ ആണല്ലോ. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത സെക്ഷനിലേക്ക് നിങ്ങൾ കടക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ എന്താണ്, ഇവിടെ വരെയും പക്ക ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. യെസ്, അടുത്ത ടോപ്പിക്കാണ് നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കുക? നമ്മളിപ്പോൾ ചെയ്തില്ലേ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, അവിടുത്തെ എച്ച് ബാറിന് പകരം എം ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇക്വേഷനായി. ഓക്കെ, അപ്പോൾ മിസ് ആദ്യമേ ഇക്വേഷൻ പറഞ്ഞപ്പോൾ ആ ഒരു ട്രിക്ക് പറഞ്ഞായിരുന്നു. എച്ച് ബാറിന് പകരം എന്ത് ചെയ്യുക, എം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് നേരെ തന്നെ ഈ 3 സീരീസിൽ അല്ലെ, കണ്ടിന്യൂസ് സീരീസും ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസിലും എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാൻ നോക്കാം. യെസ്, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് ദി മീഡിയൻ. ഓക്കെ, അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മീഡിയൻ എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡിവിജ്വൽ സീരീസിൽ 2 സ്റ്റെപ്പ് ഉണ്ടല്ലേ നമുക്ക് ആദ്യമേ തന്നെ ചെയ്യാനായിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, തന്നിരിക്കുന്ന ഡാറ്റ എന്ത് ഓർഡറിൽ എഴുതണം, അസെൻഡിങ് ഓർഡറിലായിട്ട് എഴുതണം. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ തന്നിരിക്കുന്ന ആദ്യത്തെ ഡാറ്റയെ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, നമുക്കൊന്ന് ഇക്വേഷൻ എഴുതിയേക്കാം. എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, കണ്ടോ ഇങ്ങനെയാണോ എഴുതേണ്ടത്. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, സിഗ്മ മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ അല്ല, ഇവിടെ മീഡിയൻ ആണ്. സോ മീഡിയൻ എം ഡിവൈഡഡ് ബൈ എൻ. കണ്ടോ, അപ്പോൾ കണക്ട് ചെയ്ത് ഇക്വേഷൻസ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറന്നു പോകത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാനായി ആദ്യം മീഡിയൻ കണ്ടുപിടിക്കണം അല്ലേ. ഈ മീഡിയൻ കണ്ടുപിടിച്ചിട്ട് മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അവരുടെ സിഗ്മ എടുക്കണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് ചെയ്യുക. നമ്മൾ വെരി ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റയെ നമുക്ക് പെട്ടിയിലെ അല്ലെ ബോക്സിലേക്ക് മാറ്റാം. അപ്പോൾ എക്സ് നമ്മൾ എഴുതി, 13, 17 തന്നിരിക്കുന്നത് എഴുതി. ഇനി ഇവനെ നമുക്ക് അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ അസെൻഡിങ് ഓർഡറിലേക്ക് നമുക്ക് എഴുതണം ചെറുത് മുതൽ വലുത് വരെ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 10 ആണ്. 10 എഴുതി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 11 2 തവണ വരുന്നുണ്ട് കേട്ടോ. 11 2 തവണ വരുന്നുണ്ട്. ഞാൻ എഴുതി പോകുന്നുണ്ടേ. 12. ഇത് നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളത് തനിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക കറക്റ്റ് ആയിട്ടാണോ എഴുതിയിരിക്കുന്നതെന്ന്. 12 13 2 തവണ വരുന്നുണ്ട്. 14 16 16 17 17 ആൻഡ് 18. ഓക്കെ ആണല്ലോ. അസെൻഡിങ് ഓർഡറിൽ എഴുതി. ഇന്ന് നമുക്ക് മീൻ കണ്ടുപിടിക്കാനായിട്ട് മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല അല്ലേ. എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് അസെൻഡിങ് ഓർഡറിൽ എഴുതി. ഓക്കെ, ഡൺ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എൻ ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ എന്ന് പറയുന്നത് ഇവിടെ എത്ര ടേംസ് അതുണ്ട്, 1 2 3 4 5 6 7 8 9 10 11 12 ആണ് ഇവിടെ എൻ എന്ന് പറയുന്നത്. 12 എന്ന് പറയുന്ന ഒരു ഈവൺ നമ്പർ അല്ലേ. അപ്പോൾ 12 ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അവനൊരു ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ ആണെങ്കിൽ എന്താണ്, n/2ഉം n/2 + 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഓക്കെ, അപ്പോൾ 12/2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 6 + 7th ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2. സ്റ്റെപ്സ് ഞാനൊന്ന് ചുരുക്കി എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 6th ഒബ്സർവേഷൻ നമുക്ക് നോക്കിയേക്കാം. 1 2 3 4 5 6 13ഉം 7th എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ 13 + 14 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് 27/2 13.5. ഓക്കെ, അപ്പോൾ 13.5 ആണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മളുടെ മീഡിയൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാനായിട്ട് എക്സ് മൈനസ് മീഡിയൻ കണ്ടുപിടിക്കണം. എന്നിട്ടാണ് അവരുടെ സിഗ്മ ടോട്ടൽ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത കോളം ദാ ഓൾറെഡി ഉണ്ട്, എക്സ് മൈനസ് മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്, 13.5. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 10 മോഡുലസ് 10 മൈനസ് 13.5 വരും. ഓക്കെ ആണല്ലോ. എത്രയാ, 3.5. നെക്സ്റ്റ് വൺ 11 മൈനസ് 13.5. അങ്ങനെ നമ്മളെല്ലാം ഈ ഒരു കോളം ഫുൾ അങ്ങ് ഫില്ല് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി പോകുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് 2.5. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് തനിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അല്ല ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് പോവാം, ഒരു കുഴപ്പമില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് മൈനസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. 1.5 0.5 0.5 അഗെയിൻ 0.5 തന്നെയാണ് വരിക. 2.5 2.5 ഇവിടെ 3.5 3.5 ആൻഡ് 4.5 എവിടെയോ ഒന്ന് മാറിയിട്ടുണ്ടോ എന്നുകൂടി നോക്കാം. യെസ്, ഇവിടെ 3.5. ഓക്കെ, ഇവിടെ 2.5 ആണ് വരുന്നത്. ഒരു മിനിറ്റ്,
ഇവിടെ 0.5 ആണ് കേട്ടോ. യെസ്, ഇവിടെ 0.5, 0.5, ദെൻ 2.5, 2.5, ഇവിടെ 3.5, 3.5 ആൻഡ് 4.5. ഇവരെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഞാനതൊന്ന് സ്കിപ്പാക്കിയതാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് കൊടുക്കാം അല്ലേ. എന്താണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഓൾറെഡി ഇക്വേഷൻ എഴുതി. സിഗ്മ മോഡുലസ് എച്ച് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ എൻ ആണ്. ഓക്കെ, അപ്പോൾ എച്ച് മൈനസ് എം മോഡുലസ് ഓൾറെഡി നമ്മൾ എല്ലാവരെയും കണ്ടുപിടിച്ചു. സിഗ്മ എന്ന് പറഞ്ഞാൽ ഇവരുടെ സം, എല്ലാവരെയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 28 ആണ്. ഓക്കെ, നിങ്ങൾക്ക് കൂട്ടി നോക്കാം കേട്ടോ. 28 ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ എൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്രയാണ്? 12 ആണ്. 12. സോ ആൻസർ എത്രയാണ് വരിക? 2.33 ആണ് എന്ത് വരുന്നത്? നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ത് സീരീസിൽ? ഇൻഡിവിജ്വൽ സീരീസിൽ വരുന്ന ആൻസർ. ഓക്കെ ആണല്ലോ, സുഖമായി തന്നെ കണ്ടുപിടിക്കാം അല്ലേ. അതാ മിസ് പറഞ്ഞത്, ആദ്യത്തെ ആളുകളെ പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത സെക്ഷനിലോട്ട് വന്നാൽ മതി എന്ന്. കാരണം ഇവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനിലും മീനിലും എല്ലാം മീനും മീഡിയനും കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ഇനി സമയം കളയാനില്ല, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ എക്സും എഫും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഇവിടെ സെയിം നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ ആണ്. ആര് കൂടി വരുന്നുണ്ട്? എഫ് കൂടി വരുന്നുണ്ട്. എക്സ് മൈനസ് എക്സ് ബാർ അല്ല, അബൌട്ട് മീഡിയൻ. അപ്പോൾ എച്ച് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഇങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എത്ര കോളംസ് വരക്കണം ഒന്ന് നോക്കിക്കേ. എക്സും എഫും എഴുതാം. അതിനുശേഷം എച്ച് മൈനസ് മോഡുലസ് എച്ച് മൈനസ് എം കണ്ടുപിടിക്കണം. അവനെ എഫ് വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇത്രയും കോളംസ് നമുക്ക് വരക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെല്ലാം മുൻപ്, ഇവരെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആദ്യം ആരെ കണ്ടുപിടിക്കാനുണ്ട്? മീഡിയൻ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണ്ടേ ആ മീഡിയൻ മൈനസ് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. ദെൻ വീണ്ടും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ഒരു ഡിസ്ക്രീറ്റ് സീരീസ് തന്നു കഴിഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കുക? സെയിം തന്നെ നമുക്ക് ഇക്വേഷൻ അല്ലേ, എൻ കണ്ടുപിടിക്കുക, ഓഡാണോ ഇവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരാൾ കൂടി എഴുതാനുണ്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അടുത്ത കോളം എന്താ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. ഓക്കെ ആണല്ലോ. ദാ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിഗ്മ എഫ് എന്ന് പറയുന്നത്, ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് ഇവരെല്ലാവരെയും തമ്മിൽ 8+6 + 2 + 2 + 2 + 6 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 26 ആണ് വരുന്നത്. 26 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ ആണെങ്കിൽ എന്താണ്? n/2ഉം n/2 + 1ഉം എന്താണ് ചെയ്ത് നോക്കണം. അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ 26/2 13 + 1 എന്ന് പറയുമ്പോൾ 14 വരും. 14 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് 13.5 ആണ് വരുന്നത്. അപ്പോൾ ഈ 13.5 എവിടെയാണ് വരുന്നതെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത കോളമാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ 8 അതുപോലെ തന്നെ എഴുതി. 8 + 6 14, 14 + 2 16, 16 + 2 18, 18 + 2 20, 20 + 6 26. ഓക്കെ ആണല്ലോ. ഇനി ഈ 13.5 ഇവരിൽ എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്തേക്കാം. യെസ്, 13.5 നമുക്ക് നോക്കിയേക്കാം. 13.5 വരുന്നത് ഇവർക്ക് 2 പേർക്കും ഇടയിലാണ്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഇവർക്ക് 2 പേർക്കല്ല, തിരിഞ്ഞുപോയി, നേരെ മേളിലാണ് കേട്ടോ. 8നും 14നും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും മേളിലുള്ള ആളെ നമ്മൾ എടുക്കത്തില്ല അല്ലേ, ഹയസ്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. ഹയസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 8 ആണോ 14 ആണോ? 14. അപ്പോൾ ഈവനാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവന് നേരെ കിടക്കുന്ന എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 7. അപ്പോൾ മീഡിയൻ കിട്ടി. ഏതാണ്? 7 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടി. therefore median is equal to 7. ഓക്കെ, അടുത്ത കോളം ഇനി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ is equal to സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മീഡിയൻ കണ്ടുപിടിച്ചു. ഇനി മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ കണ്ടുപിടിക്കണം. അതിനെ എഫ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതും കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ കോളം ഫുള്ള് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ.
യെസ്. അപ്പോൾ എക്സ് മൈനസ് മീഡിയൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 7 ആയിരുന്നു. അപ്പോൾ എക്സ് മൈനസ് മീഡിയൻ എന്ന് പറഞ്ഞാൽ 5 - 7 മോഡുലസ് ആണ്, 2 വന്നു. അടുത്തത് 0. അങ്ങനെ ഇവരെ ഫുൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഞാനപ്പോൾ എഴുതി പോകുന്നുണ്ട്. എഗെയിൻ 2, 3, 5 ആൻഡ് 8. ക്ലിയർ ആണല്ലോ. ഇനി ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? എഫ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതാണ് അടുത്ത കോളം. അപ്പോൾ അതാ 8 × 2 16, 6 × 0 0 ആണ്, 2 × 2 4, 2 × 3 6, 2 × 5 10 ആൻഡ് 6 × 8 48. ക്ലിയർ ആണല്ലോ. സിമ്പിളായി തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇവരുടെ സമ്മ് കണ്ടുപിടിക്കുക അല്ലേ? സിഗ്മ, അതാ നോക്കിക്കേ ഇക്വേഷനിൽ സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് എം. മോഡുലസ് എക്സ് മൈനസ് എം ഇൻറ്റു എഫ് ഓൾറെഡി കണ്ടുപിടിച്ചു. അവരുടെ സം എന്ന് പറയുന്നത് നമുക്ക് ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടുമ്പോൾ 84 വരും. ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു നമ്മുടെ എൻ എന്ന് പറയുന്നത്? സിഗ്മ എഫ് എന്ന് പറയുന്നത് 26 ആണ്, ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് 3.23 ആണ് നമ്മൾക്ക് ഇവിടെയും ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മളുടെ ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതും കണ്ടിന്യൂസ് സീരീസിലാണ്. ഓക്കെ, ഇതിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞു തരും. നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം. സെയിം ഇക്വേഷനാണ് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ. നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തന്നേക്കാം. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ്സസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നോക്കിക്കേ, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടല്ല പോകുന്നത്. 16 to 20, 20 to നെക്സ്റ്റ് എത്രയാണോ വരേണ്ടത്, പക്ഷെ അങ്ങനെയല്ല തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ 20 കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 21-ലാണ്. അതെന്ത് പരിപാടിയാണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെന്ത് ചെയ്യണം? ഇവരെ കണ്ടിന്യൂസ് ആക്കണം. ഓക്കെ, ഇവിടെ ചെയ്യേണ്ടത് ഇവരുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 20-ൻ്റെയും 21-ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. 1-ൻ്റെ പകുതി 0.5 എന്ന് പറഞ്ഞാൽ ഈ ലോവർ ലിമിറ്റ്സ് എല്ലാവരിൽ നിന്നും 0.5 കുറക്കുകയും ഈ അപ്പർ ലിമിറ്റ്സിൽ നിന്നും 0.5 കൂട്ടുകയും ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് അടുത്ത സീരീസ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ക്ലാസ് ആയിട്ട് കണ്ടിന്യൂസ് ക്ലാസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? 16-ൽ നിന്ന് 0.5 കുറക്കുമ്പോൾ 15.5 വരും. ഓക്കെ ആണല്ലോ. ആൻഡ് 20-ൽ നിന്നും 0.5 കൂട്ടുമ്പോൾ 20.5 വരും. ഓക്കെ, 21-ൽ നിന്ന് 0.5 കുറക്കുമ്പോൾ 20.5 വരും. 25-ൽ നിന്ന് 0.5 കൂട്ടുമ്പോൾ 25.5 വരും. 26-ൽ നിന്ന് 0.5 കുറക്കുമ്പോൾ 25.5 വരും. അടുത്തത് 30.5. ഇത് കണ്ടോ? കറക്റ്റായി തന്നെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നില്ലേ? സെറ്റാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ ക്ലാസ്സസ് ആയിട്ട് നമ്മൾ മാറ്റണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവൻ്റെ മീഡിയൻ കണ്ടുപിടിക്കണം. ഒരു കണ്ടിന്യൂസ് സീരീസ് തന്നു കഴിഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് അല്ലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മീനും മീഡിയനും കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഐഡിയ തന്നേക്കാം. എന്തായിരുന്നു ഇക്വേഷൻ? മീഡിയൻ ഈസ് ഈക്വൽ ടു L + n/2 - CF/F × H ആണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് മീഡിയൻ കിട്ടും. മീഡിയൻ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തന്നേക്കാം. നമ്മുടെ മീഡിയൻ 38 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, 38. യെസ്, നമുക്ക് CF എല്ലാം കണ്ടുപിടിക്കണേ, എന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ. യെസ്, അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, ഒന്ന് തനിച്ച് ചെയ്ത് നോക്കണേ. അപ്പോൾ 38 വന്നു. ഇനി നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്? എക്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ മിഡ് പോയിൻറ്റ് 15.5-ൻ്റെയും 20.5-ൻ്റെയും മിഡ് പോയിൻറ്റ് എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ഓക്കെ, അറിയാത്തവർ അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുമോ? ഓക്കെ, 18 ആണെന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരെ എടുത്ത് എഴുതാം. ഓക്കെ, അതിനുശേഷം എക്സ് മൈനസ് മോഡുലസ് എക്സ് മൈനസ് എം ചെയ്യണം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഇതാണല്ലോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ. ഡിസ്ക്രീറ്റിൻ്റെ സെയിം തന്നെയാണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? ഈ മീഡിയൻ നമ്മൾ ഓൾറെഡി 38 മിസ് ഇപ്പോൾ പറഞ്ഞു തന്നു ആൻസർ. അപ്പോൾ ഈ എക്സുകളിൽ നിന്നും 38 മൈനസ് ചെയ്യണം. എന്നിട്ട് അവനെയും ഈ എഫിനെയും ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കണം. ബാക്കി സ്റ്റെപ്പ് തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിലെ പോലെ തന്നെ. അപ്പോൾ
ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലേ നന്നായി തന്നെ ചെയ്ത് ഫൈനൽ ആൻസർ എത്ര വന്നു എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചേക്കാം അല്ലേ, ആ നന്നായിട്ട് ചെയ്ത് കമൻ്റായിട്ട് അറിയിച്ച് കിട്ടുന്ന കുട്ടികൾക്ക് നല്ലൊരു മാർക്ക് തന്നെ കിട്ടട്ടെ അല്ലേ. യെസ്, അപ്പോൾ അവരത് അത്രയും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു കമൻ്റ് ഇടുമ്പോൾ. കാരണം ഇത് കുറച്ചധികം സ്റ്റെപ്സ് ചെയ്ത് പോകാനുണ്ട്. അവരത് കഷ്ടപ്പെട്ട് ഇരുന്ന് ക്ലാസ് കണ്ട് അല്ലെങ്കിൽ പഠിച്ച് ചെയ്ത കുട്ടികളായിരിക്കും. അപ്പോൾ നന്നായി തന്നെ അതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കോൺഫിഡൻ്റ് ആയി തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സ്റ്റെപ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മീഡിയൻ എത്ര വരും എന്ന് കൂടി ഞാൻ ക്ലൂ തന്നിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, ഈ സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ ഫൈനൽ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, യെസ്, എത്ര പേർക്ക് കറക്റ്റ് ആൻസർ കിട്ടിയെന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മിസ് പറഞ്ഞതുപോലെ ഇത് കുറച്ചധികം ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായി തന്നെ എന്തായാലും കമൻറ്റ് ഇട്ട് ശരിയായോ തെറ്റായോ അതൊന്നും നമുക്ക് ബോധർ ചെയ്യേണ്ട. ഇപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തോ, അതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ആക്കുക. ഓക്കെ, തെറ്റോ ശരിയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾ അത് ഒരു അറ്റംപ്റ്റ് ചെയ്തോ എന്ന് മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ തെറ്റിപ്പോയോ ഒരു കുഴപ്പമില്ല, നമുക്ക് മാത്സ് അല്ലേ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, മാത്സ് ആണ്, കണക്കാണ്, തെറ്റാം കുഴപ്പമില്ല. പക്ഷേ തെറ്റിയ കാര്യങ്ങൾ പിന്നീട് അത് എവിടെയാണ് തെറ്റിയതെന്ന് നോട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് പിന്നീടുള്ള ക്വസ്റ്റ്യൻസിൽ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്താൽ മതി. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അതൊരു ചലഞ്ചായിട്ട് തരുവാണ്. തനിച്ചിരുന്ന് ചെയ്ത് കമൻ്റായിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയനിൽ വരുന്നത്. അപ്പോൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ 3 സീരീസിലും എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സെറ്റാണല്ലോ. ഇനി വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്ററിൻ്റെ ഹേർട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത്. അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ എന്തായാലും തേർഡ് പാർട്ടിൽ ചോദിക്കും. ഓക്കെ, അപ്പം മീൻ ഡീവിയേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ആളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അവനാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ, എഴുതി വെച്ചോ. ഫൈനൽ പാർട്ടിൽ ചോദിച്ചിരിക്കും, തേർഡ് പാർട്ടിൽ ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പിന്നെ ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യാൻ. കാരണം വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുമ്പോൾ പല മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്നത് കുറച്ചുകൂടി സിമ്പിൾ മെത്തേഡാണ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷനിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. സോ നമുക്ക് സെപ്പറേറ്റ് വേറൊരു ഇക്വേഷൻ പഠിക്കേണ്ട വരില്ല. നിങ്ങൾക്ക് ഏതാണോ ഈസി അത് നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഓക്കെ, അപ്പോൾ നേരം കളയാനില്ല, നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ഫൈനൽ പാർട്ടിൽ. ഫൈൻഡ് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ്, ഇങ്ങനെയായിരിക്കും ചോദിക്കാം. ഓക്കെ, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ചോദിക്കും. ഈ 3 ആളുകൾ, പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു റേഞ്ച്, അതുകൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോയേക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 ആളുകളെയും കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ഫൈനൽ പാർട്ടിൽ. അപ്പോൾ മാർക്ക് കളയരുത്. റെഡി അല്ലേ? റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. അതേന്ന് പറഞ്ഞത് ഞാനിവിടെ കേൾക്കുന്നു. ഓക്കെ, യെസ്, പറഞ്ഞോ എന്തോ. യെസ്, അപ്പോൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നു, ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ എന്തിനാണ് മിസ്സേ ഈ ഇക്വേഷൻ കാണിച്ചത്? ഒന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള ഇക്വേഷനാണ് കേട്ടോ അത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ നമ്മൾ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇല്ലേ മക്കളെ, സിഗ്മ h/n. അതിൽ ഇവിടെ ഒരു h² ഇട്ട് കൊടുക്കുക, മൈനസ് h⁻² ഇട്ട് കൊടുക്കുക. ഇക്വേഷനായി എന്തിൻ്റെ? വേരിയൻസിൻ്റെ, ഇൻഡിവിജ്വൽ സീരീസിൽ. ഓക്കെ, ഇനി ഡിസ്ക്രീറ്റ് സീരീസ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ fh/n, ക്യാപിറ്റൽ ലെറ്റർ n ആണ്, അല്ലെങ്കിൽ സിഗ്മ f, എങ്ങനെ എഴുതിയാലും ശരിയാണ്. ഇവിടെയും ഒരു സ്ക്വയർ ഇട്ട് കൊടുക്കുക, ഇവിടെയും മൈനസ് h⁻² ഇട്ട് കൊടുക്കുക. ഇക്വേഷനായി വേരിയൻസിൻ്റെ. ഈ സെയിം ഇക്വേഷനാണ് കണ്ടിന്യൂസ് സീരീസിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മീനിൻ്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ വേരിയൻസിൻ്റെ ഇക്വേഷൻ വരെയും പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? വേരിയൻസിൻ്റെ ഇക്വേഷൻ കൊടുത്തില്ലേ, അവിടെ ഒരു റൂട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ, ഇവിടെ ഒരു റൂട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷനായി. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ. വേരിയൻസ് എനിക്ക് 25 ആണ് കിട്ടിയതെന്ന് കരുതാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്, ദാറ്റ് ഈസ് √25. എത്ര വന്നു? 5 ആയിരിക്കും ആൻസർ. ഇത്രയേ ഉള്ളൂ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള ബന്ധം. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി റേഞ്ച് തരും. റേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം.
റേഞ്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1, 2, 3, 4, 5 ഇങ്ങനെ പോയിട്ടുണ്ടാവേ. ഓക്കെ, 5 വരെ മതി. ഓക്കെ, ഇവൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അല്ലെങ്കിൽ എന്താണ് ലാർജ് മൈനസ് സ്മോൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് ആരാണ് 5 മൈനസ് ഏറ്റവും ചെറുത് 1 ആണ്, ദാറ്റ് ഈസ് 4 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇവൻ്റെ റേഞ്ച്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വലുത് മൈനസ് ചെറുത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടി? ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ചും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്താണ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കഴിയാറായിട്ടോ. ലാസ്റ്റ് സെക്ഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഫൈൻഡ് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, നമ്മൾക്ക് ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റയിൽ എന്ത് കണ്ടുപിടിക്കണം? മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ് അല്ലേ? മീൻ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? മീൻ നമ്മളുടെ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എച്ച് ബൈ എൻ. ഇത് പഠിച്ചല്ലോ, ഇപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ആയിട്ടോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും തമ്മിൽ കൂട്ടുക, ദാറ്റ് ഈസ് 72 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, ദാറ്റ് ഈസ് എത്ര വന്നു? 9 മാർക്ക് കിട്ടി. ഫസ്റ്റ് വൺ ക്ലിയർ, മീൻ കണ്ടുപിടിച്ചു 9. ഇനി എന്ത് കണ്ടുപിടിക്കണം? വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് ഈസ് ഈക്വൽ ടു സിഗ്മ എച്ച് ബൈ എൻ തന്നെയാണ്, ഈ ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ അവിടെ എന്തുണ്ട്? ഇവിടെ ഒരു സ്ക്വയറും ഉണ്ട്, മൈനസ് എച്ച് ബാർ ദി ഹോൾ സ്ക്വയർ കൂടി വരുന്നുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ മൈനസ് എച്ച് ബാർ ദി ഹോൾ സ്ക്വയർ അല്ലേ? മിസ് നേരത്തെ പറഞ്ഞു ഇവിടെ എന്താണ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിലാണ് എന്ത് കൊടുക്കുന്നത്? വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? സിഗ്മ എച്ച് സ്ക്വയർ. അപ്പോൾ നമുക്ക് എച്ച് ഉണ്ട്, നമുക്ക് ഇനി എച്ച് സ്ക്വയർ കൂടി കണ്ടുപിടിക്കണം, ഈ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ സ്ക്വയർ, എന്നിട്ട് അവരുടെ സം എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ എച്ച് സ്ക്വയർ ബൈ എൻ മൈനസ് എച്ച് ബാർ ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. മീൻ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വൺ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വേരിയൻസ്. ഓക്കെ, അപ്പോൾ 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, ദെൻ 10 സ്ക്വയർ 100, 12 സ്ക്വയർ 144, 13 സ്ക്വയർ 169, 4 സ്ക്വയർ 16, 8 സ്ക്വയർ 64, 12 സ്ക്വയർ 144. സെറ്റാണല്ലോ. ഇനി അവരുടെ സിഗ്മ എന്ന് പറഞ്ഞാൽ ഈ എച്ച് സ്ക്വയറിൻ്റെ സം എടുക്കുക. ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്, എല്ലാവരെയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 722 എന്ന് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ സിഗ്മ എച്ച് സ്ക്വയറിൻ്റെ സം എത്രയായിരുന്നു? 722 ഡിവൈഡഡ് ബൈ എൻ. എൻ എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. എൻ എന്ന് പറയുന്നത് 8 ആണ്. 8 എണ്ണമാണ് തന്നിരിക്കുന്നത്. 8 മൈനസ് എച്ച് ബാർ ഹോൾ സ്ക്വയർ. എച്ച് ബാർ എത്രയാണ്? 9. മീൻ നമ്മൾ ഓൾറെഡി ആദ്യമേ കണ്ടുപിടിച്ചു, 9 സ്ക്വയർ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 90.25 മൈനസ് 9ൻ്റെ സ്ക്വയർ 81. സോ ഫൈനൽ ആൻസർ 9.25 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? വേരിയൻസ് കിട്ടി. വളരെ സിമ്പിൾ അല്ലേ വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട്? യെസ്, കഴിഞ്ഞിട്ടില്ല. ഇനി എന്തുകൂടി കണ്ടുപിടിക്കണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മിസ് പറഞ്ഞു വേരിയൻസ് കിട്ടിയാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വേരിയൻസ് 9.25 ആണെങ്കിൽ റൂട്ട് 9.25 ആയിരിക്കും എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ ആൻസറും നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ കാൽക്കുലേറ്ററിൽ അല്ലെ നേരെ ഇങ്ങ് അടിച്ചു കൊടുക്കുക, ആൻസർ കിട്ടും. ഈ ആൻസറും എന്ത് ചെയ്യണം? കമൻ്റായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വേണ്ട അല്ലേ? വേണ്ട കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒന്നുമില്ല, നല്ല മാർക്ക് കിട്ടട്ടെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായി തന്നെ അത് നിങ്ങൾ ചെയ്തിട്ട് വേണം കേട്ടോ, വെറുതെ കമൻറ്റ് ചെയ്യാനല്ല, ചെയ്ത് പഠിച്ച് അല്ലെങ്കിൽ എന്താണ് തനിച്ച് ചെയ്ത് നോക്കിയത് ആണ് നമ്മൾക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കറക്റ്റായി തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. സെറ്റല്ലേ? അപ്പോൾ വേരിയൻസ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സെറ്റാണല്ലോ? യെസ്. ഇനി ഇവിടുത്തെ നോക്കിക്കേ, റേഞ്ച് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ആണ്. ഏറ്റവും വലുതെന്ന് പറയുന്നത് 13 ആണ്. 13 മൈനസ് ഏറ്റവും ചെറുത് ഇവിടെ 4 ആണ്. 4 വളരെ സിമ്പിൾ അല്ലേ? വേണമെങ്കിൽ ഇതും ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻ്റ് ഇട്ട് പൊക്കോളൂ അല്ലേ? എത്രയാണ് 13 മൈനസ് 4? ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് ഇരുന്നോട്ടെ നിങ്ങളുടെ പേരിൽ ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് നമ്മുടെ റേഞ്ച് കണ്ടുപിടിക്കാനും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വേരിയൻസ് എന്ത് സീരീസിൽ? ഇൻഡിവിജ്വൽ സീരീസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് വേരിയൻസ് കണ്ടുപിടിക്കുക? സെയിം തന്നെയാണ്. എന്തുകൂടി വരുന്നുണ്ട് അവിടെ? മീൻ കണ്ടുപിടിക്കണം, എഫ് കൂടി വരുന്നുണ്ട്. സെയിം ഇക്വേഷൻ എന്താണ്? വേരിയൻസ് ഇസ് ഈക്വൽ ടു മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മീൻ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു എച്ച് ബാർ ഇസ് ഈക്വൽ ടു
സിഗ്മ എഫ് എച്ച് ബൈ സിഗ്മ എഫ്. ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻ ആയി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് എച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് എക്സ് കണ്ടുപിടിക്കണം. 6 × 2 എത്രയാണ്? 12. 10 × 4 40. അങ്ങനെ എഫ് എക്സ് ടോട്ടൽ ഇങ്ങനെ കണ്ടുപിടിക്കണം. മീൻസ് ഒന്ന് എഴുതി പോകുന്നുണ്ട്. യെസ്, അപ്പോൾ 40. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 98, 216, 192 വരും, 112, ദാറ്റ് ഈസ് 90. ഓക്കെ, ഇനി നേരെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മീൻ കണ്ടുപിടിക്കാം. മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എച്ച് ബൈ സിഗ്മ എഫ്. സിഗ്മ എഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഇവരുടെ ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവരെ തമ്മിൽ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 760 എന്ന് വരും. 760 ഡിവൈഡഡ് ബൈ എഫിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 760, 40 കിട്ടും. ഓക്കെ, 40 നേരെ നമുക്ക് ചെയ്യുമ്പോൾ 19 കിട്ടും. എന്ത്? എക്സ് ബാർ. ഓക്കെ ആണല്ലോ. അപ്പോൾ മീൻ കിട്ടി. ഇനി വേരിയൻസ് അല്ലേ? മീൻ കിട്ടി, ഇനി വേരിയൻസ് കണ്ടുപിടിക്കണം. എന്താണ് ഇക്വേഷൻ? വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ. മീൻ്റെ ഇക്വേഷൻ തന്നെ എഴുതുന്നു, എഫ് എച്ച് ബൈ സിഗ്മ എഫ്. നേരെ ഈ ഒരു ഇക്വേഷൻ തന്നെ എഴുതി. എന്ത് കൂടി വരുന്നുണ്ട്? ഇവിടെ സ്ക്വയർ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ കൂടി വരും. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, എഫ് ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോക്കാം, എഫ് എച്ച് സ്ക്വയർ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അവരുടെ സിഗ്മ എടുക്കാൻ. എഫ് എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എക്സിനെ അല്ലേ എഫ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എഫിന് സ്ക്വയർ ഇല്ല, എക്സിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. അപ്പോൾ എഫ് എക്സിൻ്റെ കൂടെ ഈ എക്സ് കൂടി ഇൻറ്റു ചെയ്താൽ എഫ് എച്ച് ഇൻറ്റു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എക്സ് സ്ക്വയർ കിട്ടുമല്ലോ. ക്ലിയർ ആണല്ലോ. എന്ന് പറഞ്ഞാൽ 12 × 6 40 × 10 അതാണ് നമ്മളുടെ എഫ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് അവരുടെയും സമ്മ് കണ്ടുപിടിക്കുക. ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാ ഇങ്ങനെയാണ് നമുക്ക് സിഗ്മ എഫ് എച്ച് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നേരെ എന്ത് ചെയ്തു? ഇവരെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തു. 72, 40 × 10 400. ഇങ്ങനെയാണ് എഫ് എച്ച് സ്ക്വയർ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എച്ച് സ്ക്വയർ ബൈ സിഗ്മ എഫ് മൈനസ് എച്ച് ബാർ ദി ഹോൾ സ്ക്വയർ. ദാ ഇവരുടെ സം എടുക്കുമ്പോൾ സിഗ്മ എഫ് എച്ച് സ്ക്വയർ ആയി. അപ്പോൾ ഞാൻ അവിടെ ആൻസർ ചെയ്യുന്നുണ്ട്. സിഗ്മ എഫ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് 16, 17, 6/40 മൈനസ് എക്സ് ബാർ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചല്ലോ 19 സ്ക്വയർ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 43.4. എന്ത് കിട്ടി? വേരിയൻസ് കിട്ടി. വേരിയൻസ് കിട്ടിയാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഈ വേരിയൻസിൻ്റെ എന്താണ് റൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി. എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു √43.4. നേരെ കണ്ടുപിടിക്കുക. ആൻസർ കമൻറ്റ് ബിലോ. അത്രേ ഉള്ളൂ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ വേരിയൻസിൻ്റെ ഇക്വേഷൻ ഈ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഇക്വേഷനിലായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഇതാണ്. കാരണം മീനിൻ്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ വേരിയൻസിൻ്റെ ഇക്വേഷൻ പഠിക്കാൻ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. സ്ക്വയർ ഇട്ട് കൊടുക്കുക, എക്സ് ബാർ സ്ക്വയർ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുന്നത്. പിന്നെ കാൽക്കുലേറ്റർ ഉള്ളത് കൊണ്ട് എത്ര വലിയ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാലും അല്ലെ വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ? ജസ്റ്റ് ഒന്ന് എല്ലാം വിരൽത്തുമ്പിലുണ്ടല്ലോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. യെസ്, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? കുറേ നേരം ആയല്ലേ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കണ്ടിന്യൂസ് സീരീസ് തന്നിട്ട് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് ഇവരെല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സെയിം തന്നെയാണ് നമുക്ക് വരിക. എന്താണ്? ഫൈൻ മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ 3 പേരെയും കണ്ടുപിടിക്കാൻ തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം.
ക്ലാസ്സസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് സീരീസ് ആണ്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും സെയിം ഇക്വേഷൻ തന്നെയാണ് അല്ലേ, സെയിം ഇക്വേഷൻ തന്നെയാണ് വേരിയൻസ് എല്ലാം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? മീൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം മീൻ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ അറിയാം. എന്ത് തന്നെയാണ്? സിഗ്മ എഫ് എച്ച് ബൈ സിഗ്മ എഫ് അഥവാ ക്യാപിറ്റൽ ലെറ്റർ എൻ. സെയിം ഇക്വേഷൻ ആണല്ലേ. പക്ഷേ ഇവിടെ എന്തില്ല? എക്സ് എന്ന് പറയുന്ന ആളില്ല അല്ലേ, ക്ലാസ് മാർക്ക് ഇല്ല. അപ്പോൾ ഇവരുടെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. 0നും 10നും ഇടയിൽ ആരാണ്? എക്സ് എന്ന് പറയുന്നത് 5, അടുത്തത് 15, 25, 35, 45. സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മളുടെ എഫ് എക്സ് അല്ലേ. എഫ് എക്സ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ ഇൻഡു ചെയ്യണം. ഓക്കെ, അപ്പോൾ മിസ് അവിടെ ഇൻഡു ചെയ്തൊന്ന് എഴുതി പോകുന്നുണ്ട്. തനിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതെന്താ ചെയ്യുക, ഇപ്പോൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തനിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും പ്ലേ ചെയ്യുക. കറക്റ്റായിട്ടാണോ എഴുതിയിരിക്കുന്നത് നോക്കാം. 25, 120, 375, 560, 270. ഇങ്ങനെയാണ് നമുക്ക് എഫ് എക്സ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഇവരുടെ സം എന്ന് പറയുന്നത് 1350 ബൈ എഫിൻ്റെ സം എന്ന് പറയുന്നത് 50 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 27 നമ്മളുടെ മീൻ അഥവാ എക്സ് ബാർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ കഴിഞ്ഞു. ഇനി അടുത്തതാണ് വേരിയൻസ് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. എന്ത് ചെയ്യണം? വേരിയൻസ് സെയിം ഇക്വേഷൻ അല്ലേ, മിസ് പറഞ്ഞ സെയിം ഇക്വേഷൻ ആണ്. സിഗ്മ എഫ് എക്സ് മീനിൻ്റെ സെയിം ഇക്വേഷൻ താഴേക്ക് എഴുതി, ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഒരാൾ കൂടി ഉണ്ട് ഇവിടെ, സ്ക്വയറും വരും, മൈനസ് എക്സ് ബാർ സ്ക്വയർ കൂടി വരും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിൻ്റെ സിഗ്മ എഫ് എച്ച് സ്ക്വയർ അല്ല, എന്തിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്? എഫ് എച്ച് സ്ക്വയർ. അപ്പോൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ എക്സ് ഇൻറ്റു എഫ് എക്സ് ചെയ്യണം. അടുത്ത കോളം എഫ് എച്ച് സ്ക്വയർ 5 ഇൻറ്റു 25, 15 ഇൻറ്റു 120. അങ്ങനെ ഇവരെല്ലാവരെയും ഫില്ല് ചെയ്തിട്ട് അവൻ്റെ സിഗ്മ കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ ഫില്ല് ചെയ്ത് വരട്ടെ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതാ ഫില്ല് ചെയ്ത് വരുമ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾക്ക് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് വേരിയൻസിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. സിഗ്മ എഫ് എച്ച് സ്ക്വയർ ബൈ സിഗ്മ എഫ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവരെ തമ്മിൽ പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ, ഇവരെ തമ്മിൽ സം ചെയ്ത് കഴിയുമ്പോൾ 43050 എന്നാണ് ഉത്തരം വരുന്നത്. ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, മീൻ കാണാനായിട്ട് 50. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് എത്രയാ? എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 27 ദി ഹോൾ സ്ക്വയർ. മീൻ 27 ആണെന്ന് കിട്ടി. നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻസർ കിട്ടുന്നത് എഴുതണോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യോ? വേണ്ട, എഴുതിയേക്കാം അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ആൻസർ വരുന്നത് 132 ആണ്. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞു വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? മീനിൻ്റെ ഇക്വേഷനിൽ ഒരു സ്ക്വയറും മൈനസ് എക്സ് ബാർ സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ വേരിയൻസ് ആയി. ഇനി വേരിയൻസ് കിട്ടിയാൽ ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റൂട്ട് വേരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് റൂട്ട് 132. ഇതും കമൻ്റായിട്ട് അറിയിക്കാം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് അറിയിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നല്ല മിടുക്കന്മാരും മിടുക്കത്തികളായിട്ട് സൂപ്പറായിട്ട് ചെയ്യാം. മിസ് പറഞ്ഞു ഓരോ സെക്ഷനും കൃത്യമായി പഠിക്കുക. ആദ്യം 3 സീരീസിലും മീൻ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചതിന് ശേഷം വേണം അടുത്തത് പഠിക്കാൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ പഠിക്കാൻ. അത് പക്ക ക്ലിയർ ആയിട്ട് പഠിച്ചതിന് ശേഷം വേണം മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ പഠിക്കാൻ. അത് പഠിച്ച് സെറ്റായതിനു ശേഷം വേണം ലാസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ലാസ്റ്റ് ടോപ്പിക്കായ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പഠിക്കാൻ. ഓക്കെ, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല. ഓക്കെ, പിന്നെ മിസ് പറഞ്ഞു ചെയ്ത് തന്നെ നോക്കണം, ചെയ്ത് തന്നെ പഠിക്കണം. ഇക്വേഷൻസ് അറിയാം എന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഇക്വേഷൻ മാത്രം അറിയാമെന്ന് എന്താണ്, ഇക്വേഷൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്ത് അതൊരു പ്രാക്ടീസ് ആവണം, എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കാന്ന്. ഓക്കെ, അപ്പോൾ കറക്റ്റായി തന്നെ എന്ത് ചെയ്യണം, ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. അപ്പോൾ ഇത് കമൻറ്റ് സെറ്റല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിച്ചത് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും മീൻ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷനാണ്. ഇവിടെ എഫ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ 2 ഇക്വേഷൻ സെയിം ആണ്, നേരെയാവുന്നു. മീഡിയൻ ഓഡ് നമ്പർ ആണെങ്കിൽ n/n+1/2 ആണ്. സെയിം, രണ്ടുപേരും സെയിം ആണ്. ഈ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചാൽ മതിയാവും. ആൻഡ് ഇവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ ഇവിടെ എച്ച് ബാർ. എബൌട്ട് മീഡിയൻ ആണെങ്കിൽ ഇവിടെ മീഡിയൻ. സെയിം ഇക്വേഷൻ തന്നെ, ഇവരെല്ലാവരും സെയിം ഇക്വേഷൻ. മീന് പകരം മീനാണെങ്കിൽ മീൻ എടുക്കുക, ആൻഡ് മീഡിയൻ ആണെങ്കിൽ മീഡിയൻ കൊടുക്കാം.
ആൻഡ് ഇതാ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇവൻ്റെ എന്താണ് മീൻ്റെ ഇക്വേഷനിൽ സ്ക്വയറും -h²h⁻² കൊടുക്കുക. ഇവിടെ എഫ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എൻ അല്ലെങ്കിൽ സിഗ്മ എഫ് ആയിരിക്കും വരിക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് ചെയ്യുക? വേരിയൻസിൻ്റെ ഇക്വേഷനിൽ √2 കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചത്. അപ്പോൾ ഒരു മാർക്ക് പോലും കളയരുത്, കാൽക്കുലേറ്ററൊക്കെ ഉണ്ട്, തെറ്റിക്കരുത്. ശ്രദ്ധയോടെ തന്നെ ഫൈനൽ ആൻസർ വരെയും എത്തിക്കണം. ഓക്കെ, അപ്പോൾ മിസ് വീണ്ടും പറയുന്നുണ്ട്, സ്റ്റാറ്റിയാണ്, ഈസിയാണ്, പക്ഷേ ചെയ്ത് പ്രാക്ടീസ് ആവണം. കറക്റ്റ് ഇക്വേഷൻസ് ഒക്കെ മറന്നു പോകാതെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നന്നായി തന്നെ പഠിക്കും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് മിസ് പറഞ്ഞതുപോലെ തന്നെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡി ആണെങ്കിൽ കഷ്ടപ്പെട്ടിരുന്നു പഠിക്കുക, ചെയ്ത് നോക്കിയിട്ട് ആൻസർ കൂടി അറിയിക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു. സീ യു.